ഞാൻ എസ് വിജയകുമാർ. പരാതിയിൽ കേസെടുക്കും. പശ്ചിമബംഗാളിലെ നടിയുടെ പരാതിയിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കും. രഞ്ജിത്ത് ലൈംഗിക താല്പര്യത്തോടെ സ്പർശിച്ചെന്നാരോപിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നടി പരാതി നൽകിയത്. ഇതിന് പിന്നാലെ പോലീസ് അടിയന്തര യോഗം ചേർന്നു. കൊച്ചി നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയേക്കും. വിഷ്ണു സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, FIR ഇന്ന് തന്നെ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന സൂചനകൾ? ഏതൊക്കെ വകുപ്പുകളിൽ കേസെടുക്കണം എന്നതിലായിരിക്കുമോ നേരത്തെ ഒരു യോഗം ചേർന്ന് പോലീസ് ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് റിപ്പോർട്ടുകൾ വന്നത്? വിജയകുമാർ, എത്രയും പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നോർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുമെന്ന് തന്നെയാണ് വിവരം. നിലവിൽ ഇപ്പോഴും സിറ്റി പോലീസ് കമ്മീഷണർ ആസ്ഥാനത്ത് യോഗം പുരോഗമിക്കുകയാണ്. അത് അവസാനിച്ചിട്ടില്ല. അതിനുശേഷം ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. 354A ഈ 354A പല ഘട്ടങ്ങളിലും നോൺ ബെയിലബിൾ ആണ്. അതുകൊണ്ട് അത്തരത്തിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളായിരിക്കും രഞ്ജിത്തിനെതിരെ ചുമത്തുക ഈ FIR എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ജോലി മാത്രമാണ് നോർത്ത് പോലീസിനുള്ളത്. ഈ കേസിന്റെ വിശദമായ അന്വേഷണം നടത്തുക അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കും. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഇത്തരം പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുകയും അവർ പ്രധാനമായും ആദ്യത്തെ രണ്ട് പരാതികൾ, ഒന്ന് സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണവും അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണമാണ്. അത് പ്രഥമ പരിഗണന നൽകി അതായിരിക്കും അവർ അന്വേഷിക്കാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് നടി ശ്രീലേഖ മിത്ര തന്നെ ഒരു പരാതിയായി രംഗത്ത് വരുന്നത്. ആ പരാതി വളരെ കൃത്യമായി അവർ ആവശ്യപ്പെടുന്നത് സെക്ഷൽ ഇൻറ്റൻഷനോടുകൂടി രഞ്ജിത്ത് തന്നെ സമീപിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ പരാതിയിൽ ജോഷി ജോസഫ് അടക്കമുള്ള ആളുകളുടെ പേര് പറയുന്നുണ്ട്. അതായത് ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി താൻ നേരെ എത്തിയത് ജോഷി ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. ജോഷിയാണ് തനിക്ക് അഭയം തന്നത്. അവിടെ നിന്ന് വലിയ ട്രോമയ്ക്ക് ശേഷം താൻ തിരികെ നാട്ടിലേക്ക് പോയി. ടിക്കറ്റ് പോലും പാലേരി മാണിക്യം സിനിമയുടെ ഭാഗമായാണ് അവരിവിടെ എത്തിയെങ്കിൽ അതിന് തിരികെ പോകാൻ ടിക്കറ്റ് പോലും മുടക്കുന്ന സാഹചര്യം അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായെന്ന് ഗുരുതര ആരോപണം ഈ പരാതിയിൽ പറയുന്നു. ഒപ്പം സർക്കാരിനെതിരെയും ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ നടി ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ മന്ത്രി സജി ചെറിയാൻ അടക്കം പറഞ്ഞിരുന്നു, ഇതൊരു ആരോപണം മാത്രമാണ്, പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി നൽകട്ടെ, അപ്പോൾ അന്വേഷിക്കാമെന്ന്. അത് ഈ പരാതിയിൽ പറയുന്നുണ്ട്. ചില പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ സാധാരണഗതിയിൽ ആരോപണം ഉന്നയിച്ചാൽ പോലും കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ചില പൊതുപ്രവർത്തകർ മനഃപൂർവ്വം പരാതി വേണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് ഇവർ ഇന്ന് പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിശദമായൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. FIR എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യും. FIR എടുക്കാതെ മറ്റൊരു വഴിയും പോലീസിന് മുൻപിൽ ഇല്ല. വിജയകുമാർ. വിഷ്ണു, ഇപ്പോഴൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ, വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളും അതിനുശേഷം ഉണ്ടായ വെളിപ്പെടുത്തലുകളും ഒക്കെ പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടല്ലോ. സ്വാഭാവികമായും ആ സംഘത്തിൻ്റെ പക്കലേക്കായിരിക്കും ഈ കേസുകൾ പോകുക, അല്ലെങ്കിൽ ഈ കേസും പോവുക എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ കൊൽക്കത്തയിലേക്ക് പോവുക, അവിടെ നിന്ന് മൊഴി രേഖപ്പെടുത്തുക അടക്കമുള്ള നടപടികളിലേക്ക് പോകും. ആ നിലയിൽ തന്നെ ആയിരിക്കും ആ സംഘത്തിൻ്റെ ഒരുപക്ഷെ ആദ്യ കേസായി ഇത് മാറാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത, അല്ലേ? ആദ്യ കേസായി ഇത് മാറുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതിലൊരു വ്യക്തത വന്നിരുന്നു. അതായത് പ്രധാനമായും ഈ രണ്ട് പരാതികൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആരോപണങ്ങൾക്ക് ഉപരിയായി ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന രണ്ട് പരാതികളിലായിരിക്കും പ്രാഥമികമായ അന്വേഷണം ആരംഭിക്കുക, പ്രത്യേക അന്വേഷണ സംഘമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിലിപ്പോൾ ഒരു പരാതി കൂടി വന്ന പശ്ചാത്തലത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കേസ് അത് മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസായിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഈ നടിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുക ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും. ഐശ്വര്യ ഡോങ്കർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അവരായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വനിതാ ആളുകളുടെ ഇവർ ഈ നടി ഈ തനിക്ക് നേരിട്ട ദുരനുഭവം മറ്റൊരു സ്ത്രീയോട്, ഒരു നാടക നടിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കൊച്ചിയിലുള്ള ആക്ടിവിസ്റ്റുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുക വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും. ഒപ്പം ഈ കടവന്ത്രയിലെ ഫ്ലാറ്റ് ഏറെ നിർണായകമായ ഒരു പോയിന്റ്.
പോവുകയാണ്. അവിടെയും പോലീസിന്റെ പരിശോധനകൾ ഉണ്ടാകും. 2009 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് എന്നുള്ളത് ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ സമാഹരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അതിനെ മറികടക്കാൻ പോലീസിനാകും. കാരണം ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതോടൊപ്പം ഈ ഫ്ളാറ്റിൽ പോയതിൻ്റെ തെളിവുകൾ, തിരിച്ച് ജോഷിയുടെ വീട്ടിലെത്തിയതും അതോടൊപ്പം തിരികെ കൽക്കത്തയിലേക്ക് പോയതും കാസ്റ്റിംഗ് കോളുമായി ബന്ധപ്പെട്ട് വിളിച്ച കാര്യങ്ങളും ഒക്കെ ഡിജിറ്റൽ തെളിവുകളുടെ അവരുടെ പക്കൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് കടക്കുക. ഒരുപക്ഷെ അറസ്റ്റ് അനിവാര്യമാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നോൺ ബെയിലബിൾ ആയിരിക്കും കേസ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നു. വിജയകുമാർ. വിഷ്ണു സൂചിപ്പിച്ചു.